All right, get in. Bin Laden. Hold on. JJP. 1 second. Hello everyone, welcome back to another section with JJP. Happy Thanksgiving to all. സാധാരണ മിക്കവാറും ഉള്ളവരെല്ലാം ബേക്കാണ് ചെയ്യുന്നത് ഈ ടർക്കി താങ്ക്സ്ഗിവിങ്ങിന്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം തൊട്ടാണ് വീഡിയോ എടുത്തപ്പോൾ ഞാൻ ടർക്കി ആണെങ്കിൽ ഫ്രൈ ചെയ്തായിരുന്നു. സൂപ്പറായിട്ട് വന്നു, എല്ലാവർക്കും ഇഷ്ടമല്ലാത്തവർ പോലും കഴിച്ചു. നമ്മുടെ പിള്ളേരും ഇവിടെ ഫാമിലി എല്ലാവരും കഴിച്ചു. കാരണം എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞ് ചിക്കൻ്റെ ടേസ്റ്റ് ആവുന്നതെന്നാണ് പറഞ്ഞത് ഫ്രൈ ചെയ്തപ്പോൾ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇതുണ്ട് ഇങ്ങനൊരു ഇതാണ് വലിയൊരു പാട്ട് ഇങ്ങനെയുള്ള. ഇതിനകത്ത് എണ്ണ നിറച്ചതിന് ശേഷം വേണം നമ്മൾ ഫ്രൈ ചെയ്ത് സാധാരണ കൂടുതൽ ആൾക്കാരും ഫ്രൈ ചെയ്യാറില്ല, കാരണം ഇച്ചിരി ഡേഞ്ചറസ് ആണ്. അതിൻ്റെ മാരിനേഷൻ ഞാൻ നേരത്തെ ചെയ്തായിരുന്നു, ഡ്രൈൻ ചെയ്തായിരുന്നു, അതൊന്ന് കാണിക്കാം. ഇത് തലേന്ന് തുടങ്ങുന്ന പ്രോസസ്സാണ്. നമ്മൾ ഒരു ആവറേജ് ടർക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, നാരങ്ങ, മാങ്ങ, ഹലപ്പിനോ പെപ്പറും എന്തുവേണമെങ്കിലും ചേർക്കാം കേട്ടോ. അതിനുശേഷം വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ വെജിറ്റബിൾ ബ്രോത്ത് ഇടുക. ഒരു 4 എടുത്തിട്ടുണ്ട്. പിന്നെ സ്പൈസൊക്കെ ഇടുക, നമ്മുടെ ബേ ലീഫും നമ്മുടെ കുരുമുളകും, പിന്നെ അതിനുശേഷം ഡില്ലും പാഴ്സലിയും കൊറിയൻഡറും ലീഫും കുറച്ച് മിൻറ്റ് ലീഫും ഒക്കെ അങ്ങോട്ട് ഇടുക. എന്നിട്ട് അതിനെ ഇളക്കി ബോയിൽ പരുവത്തിലാക്കണം. അതിനുശേഷം നമുക്ക് കുറച്ച് മിക്സ് വേണം ഇതിനകത്ത് ഇഞ്ചെക്ട് ചെയ്യാൻ. അതിനകത്ത് കാശ്മീരി ചില്ലിയും ഓൾ പർപ്പസ് പിന്നെ സ്പൈസസും പെപ്പറും കുറച്ച് ഗാർലിക്ക്, ഓണിയൻ പൗഡറും ഒക്കെ ഇട്ട് ഇതിനെ ഓയിലൊക്കെ ഒഴിച്ച് ഒരു വെള്ള പരുവത്തിലാക്കണം. വെള്ളം പോലെ ആക്കണം ഇച്ചിരി, എന്നാലും ഇതിനകത്ത് ഇഞ്ചെക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനുശേഷം വെളിയിലൊരു കൂളർ വെച്ചതിന് ശേഷം ഈ സ്പൈസ് ബോയിൽ ചെയ്ത സ്പൈസ് എല്ലാം കൂടെ അതിനകത്ത് ഇടുക. അതിനുശേഷം കുറച്ച് ഐസ് ഇടുക. അതിനുശേഷം നമ്മുടെ ടർക്കി അതിനകത്ത് മുക്കി വെക്കുക. ഒരു 10-13 മണിക്കൂർ മുക്കിയിരിക്കുക. അതിനുശേഷം എടുത്തതിന് ശേഷം ഇതിനെ ഒന്ന് ഡ്രൈ ചെയ്യണം. അതിനുശേഷം നമ്മൾ വെളിയിൽ കുറച്ച് സ്പൈസസ് ഇടുന്നുണ്ട്, ഓൾ പർപ്പസ് സ്പൈസും പെപ്പറും പെപ്പറിക്കായും സോൾട്ടും ഒക്കെ ഇട്ട്. അപ്പോൾ അടിപൊളി സൂപ്പറായിട്ട് വരും. വെളിയിൽ വെച്ച് കുക്ക് ചെയ്യുമ്പോൾ മെയിനായിട്ട് വേണ്ടത് പൈപ്പ് ഹോസ് വേണം. അപ്പോൾ വാട്ടർ എന്തോരം ഫയർ വല്ലതും വന്നാൽ അണയ്ക്കാൻ വേണ്ടി ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാം. അതോടൊപ്പം തന്നെ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഗ്ലൗസ്, ഹീറ്റ് ഗ്ലൗസ് ആണ്. സോ ഇത് ഇട്ട് കഴിഞ്ഞാൽ ബേൺ ആവത്തില്ല. സോ ഇത് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇതുപോലൊരു സ്റ്റവ് നമുക്ക് ഉണ്ട്, ഇങ്ങനെ ബേണർ. അപ്പം അതോടൊപ്പം തന്നെ അങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ടർക്കി നമ്മൾ ഇതിനകത്ത് ഹാങ് ചെയ്തിട്ടാണ് വെക്കുന്നത്. ഇത് അതോടൊപ്പം തന്നെ അതാണ് ഇങ്ങനെ ഉണ്ടോ, ഇത് വെച്ചിട്ടാണ് ഇതിനകത്തോട്ട് ഓയിലിനകത്തോട്ട് ഇങ്ങനെ ഓയിലിനകത്തോട്ട് വെക്കുന്നത്. ഇത് അതോടൊപ്പം തന്നെ ഇത് ഇതിനകത്ത് ചൂടറിയാൻ വേണ്ടി ടെമ്പറേച്ചർ നോക്കുന്ന ഒരെണ്ണം. സോ നമ്മൾ 375 ഇന്ന് കുക്ക് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇത് ഞാൻ ഉപയോഗിക്കുന്നില്ല, ഇതിൻ്റെ കൂട്ടത്തിൽ കിട്ടുന്നതാണ്. ഇതിനകത്ത് നമുക്ക് വലിയ പൊട്ടാറ്റോസും ഫ്രൈസും ചിക്കൻ വിങ്സും ഒക്കെ വേണമെങ്കിൽ ഒത്തിരി ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുക്ക് ചെയ്യാം. ഞാൻ ചിലപ്പോൾ ചിക്കൻ കുക്ക് ചെയ്യുന്നുണ്ട്, അത് കാണിക്കുന്നില്ല. ചിക്കൻ ഞാൻ 2 കുക്ക് ചെയ്യുന്നുണ്ട്, അത് ഇതിനകത്ത് ഇട്ടിട്ടായിരിക്കും ചിലപ്പം കുക്ക് ചെയ്യുന്നത്. സോ ടർക്കി മാരിനേറ്റ് ചെയ്യുന്നതിന് മുമ്പിട്ടുണ്ടല്ലോ, നിങ്ങൾ ഇതിനകത്തൊന്ന് ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് നോക്കണം എത്ര ലെവലിൽ വേണമെന്ന്. അപ്പോൾ ഓയിൽ എത്രമാത്രം വേണോ, ഇതിൻ്റെ മാക്സിമം ലെവലിലുള്ള ലൈൻ വരെ വരുന്നോ നോക്കണം. അതിനുശേഷമേ നമ്മളത് ഇതിനകത്ത് ഓയിൽ ഒഴിച്ചിട്ട് ഇതിനകത്ത് കുക്ക് ചെയ്യുക. അപ്പോൾ കറക്റ്റ് അറിയാമല്ലോ, അന്നേരം തുളുമ്പത്തില്ല. തുളുമ്പുമ്പോഴാണ് ഇവിടുത്തെ തീ വന്ന് ഇതിനകത്ത് മേലോട്ട് വീണ് അതിനകത്തുനിന്ന് ഫയറൊക്കെ ഉണ്ടാവാൻ ചാൻസ് കൂടുതലുള്ളത്. സോ അത് ഞാൻ നിങ്ങളുടെ പ്രത്യേകമായി പറയുകയാണ്. ഓയിൽ ഒഴിക്കാൻ പോവുകയാണ്. ഓയിൽ ഒഴിച്ച് ഇതിനകത്തോട്ട് ഇത് വെക്കണം. പിന്നെ പീനട്ട് ഓയിലാണ് നമ്മളിതിനെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഓയിൽ എടുത്ത് വെക്കാം. എന്താ എൻ്റെ ചുറ്റും നോക്കിയാൽ അറിയാം, ഇവിടെ ഇലകളൊക്കെ കൊഴിയാൻ തുടങ്ങി. ഫോൾ സീസണാണ് ഇപ്പം. നല്ല മനോഹരമാണ്. എല്ലാ വൃക്ഷങ്ങളൊക്കെ കാണാനായിട്ട്, മരങ്ങളൊക്കെ കാണാനായിട്ട് നല്ല സൂപ്പറാണ്. ഇവിടെ എല്ലാം പല സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല മനോഹരമായ പ്രകൃതി രമണീയമായ കാഴ്ചകൾ കാണാം. അതോടൊപ്പം തന്നെ താങ്ക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെലിബ്രേഷൻ അല്ല, ഇതൊരു കൂട്ടായ്മ, ഫാമിലീസ് എല്ലാം കൂടെ വന്നിട്ടുള്ളൊരു കൂട്ടായ്മയാണ് ഈ താങ്ക്സ് എന്ന് പറഞ്ഞാൽ. കാരണം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഗ്രാൻഡ് പേരൻസ് ആണെങ്കിലും പേരൻസ് ആണെങ്കിലും മക്കളുമാരാണെങ്കിലും പല സ്ഥലങ്ങളിലായിരിക്കും താമസിക്കുന്നത്, ജോലിപരമായിട്ടും അല്ലെങ്കിൽ തന്നെ വീട് വേറെയൊക്കെയാണ് താമസിക്കുന്നത്, കൊച്ചുമക്കളായാലും. അപ്പം അവരെല്ലാവരും കൂടെ താങ്ക്സ്ഗിവിന് ഇവരെല്ലാവരും ഒത്തുകൂടാൻ ശ്രമിക്കാറുണ്ട്, പല ഫാമിലീസും. അപ്പോൾ ഞാൻ എയർപോർട്ടിൽ ചെന്നപ്പോൾ തന്നെ കാണാം, ഈ ഗ്രാൻഡ് പേരൻസ് കൊച്ചുമക്കളെ കാണുമ്പോൾ ഹഗ് ചെയ്യുന്നതും നേരിട്ട് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ. അപ്പോൾ ഞാനത് ഞാൻ കഴിഞ്ഞ ആഴ്ച എയർപോർട്ടിൽ പോയപ്പോൾ അത് കണ്ടായിരുന്നു. ഇങ്ങനെ പല ഫാമിലീസും വന്നിറങ്ങുന്ന അവരുടെ ഗ്രാൻഡ് പേരൻസും കിഡ്സും മക്കളുമാരും ഒക്കെ വരുമ്പോൾ ഒരു സന്തോഷം, അതൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷമാണ്. സോ താങ്ക്സ്ഗിവിന് അങ്ങനെ ഒരു കൾച്ചർ കൂടെ ഉണ്ട്, അത് കൂടാറുണ്ട് എല്ലാവരും ഫാമിലിയായിട്ട്. നമ്മളും അതുപോലെ തന്നെ ഇന്ത്യൻസും നമ്മുടെ മലയാളീസും കൂടാറുണ്ട് താങ്ക്സ്ഗിവിന്. എല്ലാവരും ടർക്കിയൊക്കെ കുക്ക് ചെയ്ത് ഫുഡൊക്കെ കുക്ക് ചെയ്ത് കഴിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ വേറൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പള്ളിയിൽ അവർ തേഴ്സ്ഡേയിൽ മാസ് സർവീസ് ഉണ്ട്, നമ്മുടെ പള്ളിയിലും ഉണ്ട്.
പക്ഷേ നമ്മൾ ഇവിടുത്തെ ഉള്ളവരുടെ ഒരു പള്ളിയിൽ ഞാൻ പോയായിരുന്നു. ഞങ്ങളുടെ ഇവിടെ അടുത്തുള്ളൊരു പള്ളിയാണ്, നല്ല ബ്യൂട്ടിഫുൾ ചർച്ചാണ്. അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് ചോദിക്കാം. What's your name again? First? My name is Maxwell Blair. Maxwell. And your name? Wife Jane. Wife. Okay. Yeah. All right. Nice meeting you. And we were married here, and we're part of the community. All right. But we actually were away and moved back 10 years ago, back to the community. And just loving the community spirit here. Okay. So church. You guys come every year for Thursday for Thanksgiving? Oh, we come every Sunday. Yeah. Every Sunday too. Yes. So what do you think about Thanksgiving in America? Thanksgiving in America is or in general. Or us. Which do you really want? You can explain both. Okay. And why you celebrate Thanksgiving, and what is important for you to celebrate Thanksgiving at 10 church? Well, as our pastor said today, we're thanking the Lord for everything good in other people and the Lord. Everything is from the Lord, and anything good is from Him, and that's what we look for in the neighbor. And you are the neighbor when you serve uses and are good to other people. And so that is of the Lord in you. Okay. I would sort of add the natural world. We're going to do a little bit of theological on this, because she's just talking spiritual world, spiritual connections of our lives. All of us have capacity for naturalness and spiritualness, and that we work on that together and making those two worlds reconcile in the mind here in our lives. And in the natural world, we're going to have a feast today. Okay. Yes, and that's why it's Thanksgiving. It's really a natural festival. Yay! So what do you think about the history of Thanksgiving? Oh, well, was that Lincoln? I know Lincoln made a proclamation. Yeah, and we're going to go have turkey and all. Traditions. We're bringing traditions. a lot of the food to our cousin's house. Okay. A lot of sacrifice have gone into being here, and go figure sacrifice, because it looks different for the sacrificer versus me. I can talk easy about it, and it takes work for me to actually appreciate that, and that's part of Thanksgiving. Thank you so much. Okay. And have a great Thanksgiving. Happy Thanksgiving to everybody seeing this. Thank you. നിങ്ങൾ വിചാരിക്കും നമ്മൾ അമേരിക്കയിലുള്ളപ്പോൾ നിങ്ങളെല്ലാം വിചാരിക്കും ഇവിടെ ഫണ്ണായിട്ട് നമ്മളൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി കൂടെ നമ്മുടെ ഈ ചാനൽ പല കാര്യങ്ങളും കാണിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ അടുത്ത് പല കാര്യങ്ങളും ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ നാട്ടിലുള്ളവരൊക്കെ തിങ്ക് ചെയ്യുന്നുണ്ട് ഇവിടെ ഒരു സംഘടനകളും ചർച്ചും അവിടെ ആളാവാനും ഒക്കെ ഉള്ള ഒരു കൾച്ചറാണ് അമേരിക്കയിലെ മലയാളി കൾച്ചർ എന്ന്. അങ്ങനല്ല, പലരും പല രീതിയിലും എൻജോയ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 1-2 പേര് അങ്ങനെ എൻജോയ് ചെയ്തെന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്തെന്ന് വിചാരിച്ച് എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല. എല്ലാവരും മാക്സിമം എൻജോയ് ചെയ്തിട്ടാണ് ജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കൻ ലൈഫ് ഈസ് വെരി ബ്യൂട്ടിഫുൾ കൺട്രിയാണ് അമേരിക്ക എന്ന് പറഞ്ഞാൽ. സോ അതോടൊപ്പം തന്നെ ഞങ്ങളുടെ കുറച്ച് കൂട്ടുകാർ ഇവിടെ എല്ലാ വർഷവും, ഞാനും കളിക്കാറുണ്ടായിരുന്നു, പക്ഷേ ഈ വർഷം പോയില്ല, ഒരു ഫുട്ബോൾ ഗെയിം, അമേരിക്കൻ ഫുട്ബോൾ ഇവിടെ എല്ലാ വർഷവും അവർ തേഴ്സ്ഡേ മോർണിംഗിൽ കളിക്കാറുണ്ട്. പിന്നെ സോ അതിനകത്ത് ഞാൻ പോയെന്ന് ചുമ്മാ കാണാമെന്ന് പോയായിരുന്നു. എന്നെ വിളിച്ചായിരുന്നു, ഞങ്ങൾ പോയി കളിക്കാൻ വേണ്ടി പോയല്ല, ചുമ്മാ ഒന്ന് പോകാൻ. ഇപ്പോൾ ക്യാമറ എടുത്തായിരുന്നു, നമുക്കതൊന്ന് ഞാൻ കുറച്ച് ക്യാപ്ചർ ചെയ്തായിരുന്നു അവരുടെ കളിയും കാര്യങ്ങളും അവർ സംസാരിക്കുന്നതൊക്കെ. നമുക്കൊന്ന് കാണാം. Yeah, baby! Yeah! താങ്ക്സ്ഗിവിംഗ് നടക്കുന്ന നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം കൂടെ കൂടി കളിക്കുന്ന ഇവിടെ അമേരിക്കയിലെ ഒരു ഫുട്ബോൾ ഗെയിമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവർ എല്ലാ വർഷവും ഇവിടെ അത് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ഫ്രണ്ട്സാണ് ഇവിടെ നിൽക്കുന്നത്. എല്ലാവരും പേരായിട്ട് പറയുന്നില്ല, എല്ലാവരും ഒന്ന് കാണിച്ചു. What do you think about this game, man, and the football game and the Thanksgiving? Tell me something about the Thanksgiving. I mean, it's a fun game. I think it's real fun and good that we all come out. Okay. All right. എന്തോ അതിനെക്കുറിച്ച് പറയാനുള്ളത്? Thanksgiving കുറിച്ച്. It's a fun game. The brothers come together to മലയാളത്തിൽ അതൊരു കായ്പോയല്ലോ. പോട്ടെ, സാരമില്ല. എന്നാൽ ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ച് വന്ന് ഒരു താങ്ക്സ് ഗിവിംഗ് ഡേയിൽ കളിക്കുന്നു, ഞങ്ങൾ ബ്രദേഴ്സ് എല്ലാം കൂടെ. ഇത് കഴിഞ്ഞ് ടർക്കി കഴിക്കുക, റണ്ണം അടിക്കുക, വീട്ടിൽ പോകും. മലയാളികൾ ഒത്തൊരുമിച്ച് കൂടി ഞങ്ങളെല്ലാവരും എല്ലാ കൊല്ലം ചെയ്യുന്ന കാര്യമാണ് ഈ താങ്ക്സ് ഗിവിംഗ് ഗെയിം. हम लोग दोस्तें मिलते हैं, खेलते हैं, खाते हैं. Bin Laden. Brother Justin, ഈ താങ്ക്സ് ഗിവിംഗ് ഗെയിമിനെ കുറിച്ചും നമ്മുടെ താങ്ക്സിനെ മൊത്തം
ഒരു അഭിപ്രായം എന്തെങ്കിലും? താങ്ക്സ് ഗിവിങ് എല്ലാ വർഷവും ഇവിടെ അമേരിക്കയിൽ ആഘോഷിക്കുന്ന ഒരു നമ്മൾ ഓണം പോലെ തന്നെയാണ് താങ്ക്സ് ഗിവിങ് ഇവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പം ടർക്കി, ഹാം ഇങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് ആണ് മെയിനായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ വീട്ടിലിത് കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളെല്ലാവരും വന്ന് എല്ലാ വർഷവും ഒരു ഗെയിം കളിക്കുകയും അത് കഴിഞ്ഞിട്ട് സന്തോഷമായിട്ട് പോവുകയും അത് കഴിഞ്ഞ് ഫുഡ് ഡിന്നറോ ലഞ്ചോ ഒക്കെ ആയിരിക്കും നമ്മൾ മിക്കവാറും വീടുകളിൽ. സോ വി ഹാവ് ഫൺ എവറി ഇയർ. സോ ലൈക്ക് നമ്മളെല്ലാവരും That's our coach right there. That's our coach. That's our coach. Just beautiful. Thank you. God bless everyone. Okay, Matt. It's a great time to see everyone, especially the younger guys that we don't see for like a whole year. Okay. And we come out here and see the younger guys and see how much they grow up. That's a great thing. So it's one of the happiest times, man. ഇറക്കുകയാണ് നമ്മൾ. പതുക്കെ ഇറക്കാവൂ. വെരി ഡേഞ്ചറസ് ഗായ്. നമ്മുടെ ടർക്കി നമ്മളിതിനകത്ത് വെച്ചു. ഇതിൻ്റെ ഗ്യാസ് തീ ഓഫ് ആക്കിയതിന് ശേഷം വേണം ടർക്കി ഇതിനകത്ത് ഇടാൻ. അതിനുശേഷം ഓണാക്കി ഇത് കത്തിക്കുക. വെച്ച് ഇനി നമ്മൾ ഒരു 45 to 50 മിനിറ്റ്സ് വരെ നമ്മളിതിനകത്ത് കുക്ക് ചെയ്യും. നമുക്ക് ചെക്ക് ചെയ്യാം എങ്ങനെ ഉണ്ടെന്ന്. അതിനുശേഷം നമുക്ക് വന്ന് കാണാം. എന്നിട്ട് ഞാൻ ഫൈനൽ പ്രോഡക്റ്റ്സ് നിങ്ങളെ കാണിക്കാം. അതിനുശേഷം നമ്മൾ ബായ് പറയുന്നതായിരിക്കും. ഓക്കെ, വെയിറ്റ് ആൻഡ് സീ. ഗ്യാസ് എല്ലാം ക്ലോസ് ചെയ്തതിന് ശേഷം ഭയങ്കരമായിട്ട് ഇരുട്ടി. ഇവിടെ 4 മണിയാകുമ്പോഴേ ഇരുട്ടും. അതുകൊണ്ട് ഭയങ്കര പാടാണ് ഇതെല്ലാം ചെയ്യാനായിട്ട്. നമുക്കിത് എടുക്കാം ഇനി. അല്ലേ, ഓ വാവ്. ആണ് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ്സ്. ഗായ്സ് ഇത് കണ്ടില്ലേ? ടർക്കി നമ്മളവിടെ കുക്ക് ചെയ്ത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഞങ്ങളവിടെ ഇന്ന് പാട്ടൊക്കെ പാടിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇന്ന് അതൊന്നും ചെയ്യുന്നില്ല. സോ ഈ ടർക്കി ഒന്ന് ഉണ്ടാക്കുന്ന ഫ്രൈഡായിട്ട് പെട്ടെന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു വീഡിയോ ഉണ്ടാക്കിയതാണ്. ഫ്രൈഡ് ടർക്കി ഉണ്ടാക്കുന്നത്. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ റൈറ്റ് നൗ. സോ എല്ലാവർക്കും ഹാപ്പി താങ്ക്സ് ഗിവിങ്. ടിൽ നെക്സ്റ്റ് ടൈം, ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. സോ നെക്സ്റ്റ് വീക്കിൽ ഹണ്ടിങ് വീഡിയോ ആണ്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ GB ഒക്കെ സേവ് ചെയ്ത് വെച്ചേക്കണം, നാട്ടിലുള്ളവരൊക്കെ. സോ നമുക്കൊരു നല്ലൊരു ഹണ്ടിങ് വീഡിയോ കാണാം. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഹണ്ടിങ്ങിനെക്കാട്ടും കൂടുതൽ ഷൂട്ടിങ്ങും ഒക്കെ കാണുന്നതിനേക്കാളും നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടുള്ളൊരു ഹണ്ടിങ് വീഡിയോ. എങ്ങനെ ഹണ്ട് ചെയ്യാം എന്നുള്ള ഒരു സംഭവമാണ് നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ ഒരു പ്രോസസ്സും നമ്മളിവിടെ പോയി കാട്ടിൽ പോയി എല്ലാം ചെക്ക് ചെയ്യുന്നതും ഒക്കെയുള്ള ഒരു പരിപാടിയാണ് നമ്മൾ ചെയ്യുന്നത്. സോ വെയിറ്റ് ഫോർ ഇറ്റ്. സോ അതായത് നെക്സ്റ്റ് വീക്കിൽ വരുന്നതായിരിക്കും. സോ ടിൽ നെക്സ്റ്റ് ടൈം, ടേക്ക് കെയർ ആൻഡ് ഹാവ് എ ഗുഡ് നൈറ്റ് എവറിബഡി. സീ യു. അപ്പം നമ്മൾ ഇതിനകത്ത് കൊണ്ടുപോയിട്ട് റെസ്റ്റ് ഓഫ് ദ ഫുഡെല്ലാം വെച്ചിട്ട് ഒരു അടിപൊളി താങ്ക്സ് ഗിവിംഗ് ഡിന്നർ കഴിക്കാൻ പോവുകയാണ്. ഓക്കേ.